കുട്ടികളെ, ഭൂമിയിൽ കോടിക്കണക്കിന് ഓർഗനിസംസ് ഉണ്ട്. ഇത്രയും ജീവികളെ സയന്റിസ്റ്റ്സ് എങ്ങനെ ക്രമീകരിക്കുന്നു? ഒരേ ഒരു സ്റ്റെപ്പ് കൊണ്ടാണോ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്? ഇല്ല. ക്ലാസിഫിക്കേഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല. അത് ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. ഈ ഹൈറാർക്കിയിലെ ഓരോ ലെവലിനെയും ടാക്സനോമിക് കാറ്റഗറി അഥവാ റാങ്ക് എന്ന് വിളിക്കുന്നു. എല്ലാ കാറ്റഗറീസും ഒന്നിച്ചു ചേർന്നാണ് ടാക്സനോമിക് ഹൈറാർക്കി രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇൻസെക്ട്സ് എന്ന ഗ്രൂപ്പ് എടുക്കാം. ഇവയ്ക്കെല്ലാം 3 pairs ഓഫ് ജോയിന്റഡ് ലെഗ്സ് എന്ന കോമൺ ക്യാരക്ടർ ഉണ്ട്. ഈ കോമൺ ഫീച്ചേഴ്സ് ഉപയോഗിച്ചാണ് സയന്റിസ്റ്റ്സ് ഇവയെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത്. ഇതുപോലെ ബേർഡ്സ്, മാമൽസ്, റെപ്റ്റൈൽസ്, ഫിഷസ് എന്നിവയും വ്യത്യസ്ത കാറ്റഗറീസാണ്. ഓരോ റാങ്കിനെയും ടാക്സൺ എന്നാണ് വിളിക്കുന്നത്. പല ടാക്സ് ചേർന്നാണ് മുഴുവൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം രൂപപ്പെടുന്നത്. സയന്റിസ്റ്റ്സ് എല്ലാ ജീവികളെയും കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നീ കോമൺ കാറ്റഗറീസിലാണ് ക്രമീകരിക്കുന്നത്. ഇവയിൽ സ്പീഷീസാണ് ഏറ്റവും ചെറിയ അഥവാ ലോവസ്റ്റ് ടാക്സനോമിക് കാറ്റഗറി. ഒരു ഓർഗനിസമിനെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ അതിന്റെ ക്യാരക്ടേഴ്സ് പഠിക്കണം. സിമിലാരിറ്റീസും ഡിഫറൻസസും മനസ്സിലാക്കിയാലാണ് ശരിയായ ക്ലാസിഫിക്കേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ ഒരു ലയണിന്റെ സ്പീഷീസ്, ജീനസ്, ഫാമിലി എല്ലാം എങ്ങനെ കണ്ടെത്താം? അടുത്ത വീഡിയോയിൽ ടാക്സനോമിക് കാറ്റഗറീസ് ഓരോന്നും വിശദമായി പഠിക്കാം. ആൻഡ് ബയോളജി അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യൂ.